ജ്ഞാനം അധ്യായം 18. എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിൻ്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു. ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു, എന്നാൽ അവരുടെ രൂപം കണ്ടില്ല. പീഡനമേൽക്കാഞ്ഞതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു. അങ്ങയുടെ വിശുദ്ധ ജനത്തോട് അവർ മുൻദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാഞ്ഞതിന് നന്ദി പറഞ്ഞു. അവരോട് ശത്രുത കാട്ടിയതിന് മാപ്പ് ചോദിച്ചു. അങ്ങയുടെ ജനത്തിൻ്റെ അനിശ്ചിത മാർഗത്തിൽ ജ്വലിക്കുന്ന അഗ്നിസ്തംഭത്താൽ അങ്ങ് വഴികാട്ടി. അവരുടെ പ്രതീക്ഷാനിർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു. ആരിലൂടെ ലോകമെങ്ങും നിയമത്തിൻ്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നു. ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിൻ്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ. അങ്ങയുടെ വിശുദ്ധ ജനത്തിൻ്റെ സന്താനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു. അങ്ങ് ശത്രുക്കളുടെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു. അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു. തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിൻ്റെ പൂർണ്ണജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിവ് നൽകി. നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി. സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു. ഏകമനസ്സായി ദൈവിക നിയമം അനുസരിച്ചു. അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യാഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു. അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു. അവരുടെ ശത്രുക്കളുടെ രോദനത്തിൻ്റെ കോലാഹലം മാറ്റൊലിക്കൊണ്ടു. സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു. അടിമയും യജമാനനും ഒരേ ശിക്ഷ അനുഭവിച്ചു. രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ. എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെയുള്ള മരണം. മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല. അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായില്ല. അവരുടെ വത്സലപുത്രർ നിമിഷനേരം കൊണ്ട് ഹതരായല്ലോ. തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദിജാതരുടെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ ദൈവസുതരെന്ന് സമ്മതിച്ചു. സർവത്ര പ്രശാന്തമുഖത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീരയോദ്ധാവ്, അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിൻ്റെ മധ്യേ വന്നു. അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു. ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹലരാക്കി. അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി. അർദ്ധപ്രാണരായി അങ്ങിങ്ങ് ചിതറിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിൻ്റെ കാരണം വെളിപ്പെടുത്തി. പീഡനത്തിൻ്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നറിവ് നൽകി. നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു. മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു. എന്നാൽ ക്രോധം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി. തൻ്റെ ശുശ്രൂഷയുടെ പരിചയമായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. മൃതദേഹങ്ങൾ ഒന്നിനുമേലൊന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവനും ചിത്രണം ചെയ്തിരുന്നു. 4 രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി. ശിക്ഷയുടെ രുചി അറിഞ്ഞതുകൊണ്ട് തന്നെ മതിയായി.
chapter 18. But your holy ones had very great light, and those others, who heard their voices but did not see their forms, since now they themselves had suffered, called them blessed. And because they who formerly had been wronged did not harm them, they thanked them, and pleaded with them for the sake of the difference between them. Instead of this, you furnished the flaming pillar, which was a guide on the unknown way, and the mild sun for an honorable migration. For those deserved to be deprived of light and imprisoned by darkness, who had kept your sons confined, through whom the imperishable light of the law was to be given to the world. When they determined to put to death the infants of the holy ones, and when a single boy had been cast forth but saved, as a reproof you carried off their multitude of sons, and made them perish all at once in the mighty water. That night was known beforehand to our fathers, that with sure knowledge of the oaths in which they put their faith, they might have courage. Your people awaited the salvation of the just and the destruction of their foes. For when you punished our adversaries, in this you glorified us whom you had summoned. For in secret the holy children of the good were offering sacrifice, and putting into effect with one accord the divine institution, that your Holy One should share alike the same good things and dangers, having previously sung the praises of the fathers. But the discordant cry of their enemies responded, and the piteous wail of mourning for children was borne to them. And the slave was smitten with the same retribution as his master. Even the plebeian suffered the same as the king. And all alike, by a single death, had countless dead. For the living were not even sufficient for the burial, since at a single instant their nobler offspring were destroyed. For though they disbelieved at every turn on account of sorceries, at the destruction of the firstborn they acknowledged that the people was God's son. For when peaceful stillness compassed everything, and the night in its swift course was half spent, your all-powerful word from heaven's royal throne bounded, a fierce warrior, into the doomed land, bearing the sharp sword of your inexorable decree. And as he alighted, he filled every place with death. He still reached to heaven while he stood upon the earth. Then forthwith visions in horrible dreams perturbed them, and unexpected fears assailed them, and cast half dead, one here, another there, each was revealing the reason for his dying. For the dreams that disturbed them had proclaimed this beforehand, lest they perish unaware of why they suffered ill. But the trial of death touched at one time even the just, and in the desert a plague struck the multitude, yet not for long did the anger last. For the blameless man hastened to be their champion, bearing the weapon of his special office, prayer and the propitiation of incense. He withstood the wrath and put a stop to the calamity, showing that he was your servant. And he overcame the bitterness not by bodily strength, not by force of arms, but by word he overcame the smiter, recalling the sworn covenants with their fathers. For when corpses had already fallen one on another in heaps, he stood in the midst and checked the anger, and cut off the way to the living. For on his full-length robe was the whole world, and the glories of the fathers were carved in 4 rows upon the stones, and your grandeur was on the crown upon his head. To these names the destroyer yielded, and these he feared, for the mere trial of anger was enough.